എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. വൃശ്ചികക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും അവർക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകും. വിദേശത്തു നിന്നും നല്ല അവസരങ്ങൾ തേടിയെത്തും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. പക്ഷേ മേടമാസം 31-ാം തീയതി വ്യാഴം അഷ്ടമരാശിയിലേക്ക് മാറിയതിനു ശേഷം എന്ത് കാര്യം ചെയ്യുമ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാതകരീതി നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നതുപോലെ അധികം പണം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. രാഹുകേതുക്കൾ 5-11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയം നേടാനും സാധിക്കും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പഠനശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ മാറി പുരോഗതി ഉണ്ടാകും. സർക്കാർ മുഖേന പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. പക്ഷേ ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം കുറച്ച് ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയും വീട് വാഹന രീതിയിൽ ചെലവുകൾ ചെയ്യേണ്ടി വരുന്നതുമാണ്. വ്യാഴം ഇപ്പോൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വാഹന രീതിയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് ജോലിസ്ഥലം മാറേണ്ട സാഹചര്യം വരാനും സാധ്യതയുള്ള സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ വർഷം വൃശ്ചികക്കുറികൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.